സ്വാമി ഈ ആട്ടവും പാട്ടും മാത്രം പോരാ ബാമേ. ഒരു കുളന്തയൊക്കെ ആയാലേ ജീവിതം പൂർണ്ണമാകൂ. കുളന്ത സ്വാമി. ആ മോളെ, ആട്ടത്തില് ചൂടുകൾ പിഴയ്ക്കാം, പക്ഷെ ജീവിതത്തിൽ ആവരുത് ബാമേ. പുരിഞ്ചുകോ. ടീച്ചറെ, അരുണാചൽ പ്രദേശിലെ സിംഗ്പോ അതിന്റെ സംഗീതം കേട്ടിട്ടുണ്ടോ? അതായിരുന്നു എന്റെ റിസർച്ചിന്റെ സബ്ജക്ട്. കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ. മൊത്തം അപ്പ അവിടെതല്ലേ, ഞാനതിനെ കൊഞ്ചൊന്ന് ഭംഗിയാക്കി, അത്രേ ഉള്ളൂ. ആളൊട്ടും മോശക്കാരനല്ല. ഞാനത് സംസ്കൃതി ഫൗണ്ടേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പാക്കലാം. ടീച്ചറെ, ആസാമിലെ ബിഹു എന്താ രസം! അതാണ് സംഗീതം. പിന്നെ ആസാമിലെ ബിഹു ബിഹു കാണാൻ പോയിട്ട് എന്റെ കാപ്പറിനും പോയി. എന്റെ പാട്ടി നന്നായിരുന്നു. അല്ല, കലാമണ്ഡലത്തിൽ നിന്ന് ടീച്ചർ ഒഴിഞ്ഞു കേട്ടു. കലാമണ്ഡലം തന്നെ ഒഴിഞ്ഞെന്നാ ഞാൻ കേട്ടത്. ഇപ്പൊ ആർക്ക് വേണം ഈ കലയും കഥകളിയും ഒക്കെ? വിദേശികൾക്കല്ലേ ഈ ഭ്രമമൊക്കെ. അതെ, മൂപ്പർക്ക് അവിടെ ഒരു പണി ശരിയാക്കി കൊടുത്തൂടെ? അയ്യോ, ഇപ്പൊ തന്നെ എനിക്കിവിടെ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട്. അപ്പോഴാ എടുത്തോളാടി. ഹരി, ദേ ഞാൻ ഇറങ്ങുവാ. പറഞ്ഞതുപോലെ വാരണാസിന്ന് അവര് വരും. 16 അല്ലെങ്കിൽ 18. ഹരി, കളിച്ചൊന്നും നടക്കാതെ 10 കാശ് സമ്പാദിക്കാൻ നോക്ക്. ഇപ്പോഴേ ഇതൊക്കെ നടക്കൂ. ഞാൻ ഇറങ്ങുവാ. വടക്കുന്നാരോ വരുന്ന ടീച്ചർ പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. പണ്ഡിതന്മാരല്ലേ, അന്വേഷിച്ചൊക്കെ ആൾക്കാർ വരും. പണ്ഡിതൻ ഇനി എന്റെ ആട്ടത്തെ കുറിച്ച് കേട്ടിട്ടെങ്ങാനും ആണോ ആവോ? നീ എന്നെ ഇങ്ങനെ അങ്ങ് സങ്കടപ്പെടുത്തല്ലേ. അതെ, ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. ഒന്ന് ഉത്സാഹിക്ക. പിന്നെ ഞാനോട് ഉത്സാഹിച്ചോണ്ടിരിക്കല്ലേ. അയ്യേ, ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങളോ? ഹരി, எனக்கொரு ஆசை இருக்கு. என்ன? எனக்கொரு குழந்தை தருமா? குழந்தை? அதென்ன இப்ப? சுவாமி சொல்லியாச்சு, ஒரு குழந்தை வரும்போது எல்லாம் சரியாயிடும்.